എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന അങ്ങനെ ബാലചന്ദ്രനോട് ആ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് കേട്ടോ. രോഹിത് ശരണ്യനെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രനാണെങ്കിലും കുറച്ച് സമയം ഷോക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിക്കും, എന്നിട്ട് എന്താ അവൾ ഇങ്ങനെ ഈ കാര്യം തുറന്ന് പറയാതിരുന്നത്, പോലീസിനോടൊന്നും അവൾ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്കൊരു വാക്ക് മതിയായിരുന്നല്ലോ, രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അച്ഛ അത് അവളുടെ നിവൃത്തികേട് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അവളെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നവർ അവളെ അതിന് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ എന്നാലും അവൾക്ക് പറയായിരുന്നല്ലോ പോലീസിനോട് രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത്, അവൾ ചെയ്തത് തെറ്റായ കാര്യം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴും അലീന പറയുന്നുണ്ട് അവളൊരു പാവം പെൺകുട്ടിയാണ്, അവൾ മറ്റുള്ളവരിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൾക്ക് അത് ചെയ്യല്ലാതെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്, അവളുടെ നിവൃത്തികേട് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നീ ഇപ്പോഴും ഇങ്ങനെ അവളെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനാണോ നീ എന്നും അവിടെ പോയിരുന്നത്, അവളെ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ആണെന്നൊക്കെ പറഞ്ഞ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവളിപ്പോൾ എന്നോട് ഈ സത്യം പറഞ്ഞതുകൊണ്ടല്ലേ അച്ഛനും ഇത് അറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനും അവളെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകനെ അവൾ ഇങ്ങനെ ബലാത്സംഗക്കാരനായിട്ട് മുദ്ര കുത്തി, അതുപോലെ തന്നെ എല്ലാവരും അന്തസ്സും അഭിമാനവും എല്ലാം പോയി, എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലും കോളേജിലും പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും നീ ഇങ്ങനെ അവളെ ന്യായീകരിക്കരുത് കേട്ടോ, കണ്ണടച്ചിട്ടാക്കരുത് അലീന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എന്തായാലും അത് പറ്റില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അലീനയോട്. ബാലേന്ദ്രനാണെങ്കിലും ബാലേന്ദ്രന് ആകെ വിഷമാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ പോലീസും കോടതിയും എല്ലാം ഉണ്ടല്ലോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോഴും അലീന പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് ചെറിയൊരു തീപ്പൊരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അച്ഛൻ അതിങ്ങനെ കെടുത്തി കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ അത് കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കാതെ അങ്ങ് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛ ശരണ്യ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ അവിടെ തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു നിലപാട് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുന്നാട്ടോ ചോദിക്കുന്നത്. എനിക്ക് നീ പറഞ്ഞ അത്രയും അറിവ് മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് അങ്ങ് പോകും കേട്ടോ. അലീന വിളിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അച്ഛനിങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്നൊക്കെ അലീന കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മകനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ അടങ്ങി വെറുതെ ഇരിക്കണം, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാട്ടോ ബാലേന്ദ്രനും സംസാരിക്കുന്നത്. അത് പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ടാണല്ലോ അവിടെ നിന്ന് അങ്ങ് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടിട്ട് ബബിതയാണെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ വലിയ ഒച്ചയും ബഹളമൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഭയങ്കര ദേഷ്യത്തിലാണല്ലോ നിൽക്കുന്നത്. അലീന ബബിതയോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഇവിടെ ഒന്നും അല്ലായിരുന്നല്ലോ, അന്യഗ്രഹത്തിലായിരുന്നില്ലേ, അവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അലീന അവിടെ നിന്ന് പോകും കേട്ടോ. ബബിത അവളുടെ പാട്ടിന് റൂമിലേക്കും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി നിന്ന് ആരെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കോളൊന്നും എടുക്കുന്നില്ല. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. മനുവിനെയാണ് വിളിച്ചതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മനു കാറിൽ തന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇറങ്ങി വരാനായിട്ട് പറയേ. അങ്ങനെ മനു ഇറങ്ങി വന്നിട്ട് ചോദിക്കും എന്താ എന്നെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കും അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല, എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയെന്ന് പറയട്ടോ. അത് വെറുതെയാണ്, ഞാൻ ഒരാഴ്ച ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഒന്ന് വിളിച്ചില്ലെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിക്കുക പോലും ഇല്ലാത്ത ആളാണ് എന്നിങ്ങനെ മനു പറയുമ്പോൾ ഓ അപ്പോൾ ഇതാണല്ലേ എന്നോട് പരിഭവമുണ്ട് എന്തോ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതും ഒരു കാരണം തന്നെയാണ് എന്ന് മനു പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയും ഞാൻ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഇന്നും പോയോ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും മനു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ എന്ന് പറയട്ടോ അലീന. അപ്പോൾ പോകുന്നതിന് മുന്നേ പറയായിരുന്നു എന്നാണ് കേട്ടോ മനു പറയുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു മനുവേട്ടൻ എവിടെയെല്ലാം പോകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ, ചിലപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ എറണാകുളത്തായിരിക്കും, ചിലപ്പോൾ കോട്ടയത്തായിരിക്കും, അതൊന്നും എന്നോട് പറയാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരി അത് പോട്ടെ, എന്താ അങ്ങനെ പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് പറയേ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ശരണ്യ പറഞ്ഞ കാര്യം പറയൂ കേട്ടോ, രോഹിത് ഇങ്ങനെ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവൾ അത് നേരത്തെ പോലീസിനോടും കോടതിയിൽ ഒന്നും പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ രോഹിത്തിനെ രക്ഷിച്ചെടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പറയുന്നത് നമുക്ക് ശരണ്യ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ കോടതിയിൽ എത്തുന്ന സമയത്ത് അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും അതാരും വിശ്വസിക്കില്ലല്ലോ, അവൾ പറയുന്നത് മാത്രമല്ലേ ഇങ്ങനെ കോടതി തെളിവായിട്ട് എടുക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛനോടും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. അപ്പോൾ മനുവേട്ടൻ ഇങ്ങനെ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ
ശരണ്യയ്ക്ക് പ്രഷർ കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇങ്ങനെ അത് ചെയ്തത് തെറ്റായി പോയില്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അവൾക്കത് പറയായിരുന്നില്ലേ, രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ഇങ്ങനെ രക്ഷിച്ചെടുക്കണ്ടേ, അതല്ലേ നീതി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കേട്ടോ അലീന ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അവൾ പറഞ്ഞ അറിവ് മാത്രമല്ലേ നമ്മുടെ മുന്നിൽ, എൻ്റെ മുന്നിൽ അവൾ ഒരു കിളിവാതിൽ മാത്രമേ തുറന്നിട്ടുള്ളൂ, അതുകൊണ്ട് അതിങ്ങനെ അടച്ചു കളയാൻ അച്ഛനെ സമ്മതിക്കരുത് കേട്ടോ, ബാക്കി നമുക്ക് നോക്കാം. അവളായിട്ട് അങ്ങനെ കോടതിയിൽ അത് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ, അതുകൊണ്ട് അച്ഛനോട് എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്ന് പറയണം. അച്ഛന് ദേഷ്യത്തിലും ഭയങ്കര വാശിയിലും ഒക്കെയാണ് നിൽക്കുന്നത്. മനിയോട്ടൻ അച്ഛനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ശരണ്യാണെങ്കിലും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും ഹരിയും ബാക്കി 3 പേരും കൂടെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടുവന്നാണ് അവളുടെ ദേഹത്തേക്ക് തള്ളിയിട്ടതും. അപ്പോഴും അവൻ പറ്റില്ല എന്ന് പറഞ്ഞു നിന്നു. എന്നിട്ട് നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് പറഞ്ഞ് രോഹിത്തിനെ അവർ ബാത്റൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ പൂട്ടിയിടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന മനുവിനോട് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞേന്ന്. അപ്പം അലീന പറയും ശരണ്യ പറഞ്ഞതാണ്, അല്ലാതെ ഇപ്പം ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് അവിടെ വെറുതെ പോയതൊന്നും അല്ലല്ലോ, ബർത്ത്ഡേ പാർട്ടിക്ക് കേക്ക് കട്ട് ചെയ്യാനൊന്നല്ലോ അവനും അവിടേക്ക് പോയത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ പോയത് എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഹരി ചിലപ്പോൾ ഇങ്ങനെ നുണ പറഞ്ഞ് അവനെയും ചതിച്ചുകൊണ്ട് കൊണ്ടുപോയതായിരിക്കും, അവനാണെങ്കിൽ അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ഇങ്ങനെ കൂട്ടുകാർക്ക് കാഴ്ച വെച്ചവനല്ലേ, അവൻ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അച്ഛനോടും സംസാരിക്കണം കേട്ടോ, അച്ഛനെ ഇങ്ങനെ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത്, പോകാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ അലീനയും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ മനു റൂമിലേക്ക് ചെന്നിട്ട് അങ്കിലേന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ മേല് കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേല് കഴുകുകയാണ്, നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ മനു അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അലീന ചായയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ മനു ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ അലീന ചോദിക്കും അച്ഛനെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അങ്കിള് ഇങ്ങനെ കുളിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് ഈ സമയത്തൊരു കുളിയൊന്നും ഇല്ലാത്തതാണ്, പതിവില്ലാത്തൊരു കുളിയാണ്, അപ്പോൾ എവിടേക്കോ പോകാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ചാടി ഇങ്ങനെ അച്ഛനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുതിട്ട് മനുവായിട്ട് ഒന്ന് സംസാരിക്കണേ എന്നൊക്കെ പറയുക. എന്നിട്ട് പോകാൻ അങ്ങ് തിരിയുന്ന സമയത്ത് അവിടെ ബെഡിൽ ബാലേന്ദ്രനാണെങ്കിൽ പുതിയ മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, അതുകൊണ്ട് മനുവേട്ട ഒന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന അവിടുന്ന് താഴേക്ക് പോകും കേട്ടോ. അപ്പം ബാലേന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് വേഗം പെട്ടെന്ന് തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള മുണ്ടും ഷർട്ടൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. മനുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ എവിടേക്കാണ്, അപ്പോൾ എനിക്കൊന്ന് പ്രസ് ബ്യൂറോയിൽ പോകണം, അതുപോലെ തന്നെ വക്കീലിൻ്റെ ഓഫീസിലും പോകണം എന്ന് പറയട്ടെ. അപ്പോൾ സമയം വൈകിയല്ലോ എന്ന് പറയുമ്പോൾ ഇതാണ് ബ്യൂറോയിൽ പോകാൻ പറ്റിയ സമയം എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച് അവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന നിന്നോടൊന്നും പറഞ്ഞില്ലേ, രോഹിത് ആ പെണ്ണിനെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് അലീന എന്നോട് പറഞ്ഞു, അവൾ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിന്നോട് അവൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന എന്നോട് പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്കിളിപ്പോൾ അവിടെ പോയിട്ട് എന്നാ ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ ഇത് പോലീസിനെയും അതുപോലെ തന്നെ കോടതിയിലും ഒക്കെ നമുക്ക് പറയാലോ, അലീന അങ്ങനെ അനിലിനോട് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് പറയാലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, അങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ ആരാ വിശ്വസിക്കുക അങ്കിളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ വിശ്വസിച്ചില്ലേ എന്നിങ്ങനെ മനുവിനോട് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചു, അങ്കിളും വിശ്വസിച്ചു, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഉള്ളവരും എൻ്റെ വീട്ടുകാരും ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരും, പക്ഷേ ബാക്കി ആരും അത് വിശ്വസിക്കില്ല എന്ന് പറയും കേട്ടോ. ശരണ്യ എന്താണോ കോടതിയിൽ പറയുന്നത് അതായിരിക്കും ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും വിശ്വസിക്കാൻ പോകുന്നത്. അവൾ അങ്ങനെ അലീനയോട് പറഞ്ഞിട്ടില്ല എന്നും അതുപോലെ തന്നെ അലീനയാണെങ്കിലും അവളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1, 2, 3 തവണ അവിടെ കോളനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അലീന അവളെ സ്വാധീനിക്കാൻ ചെന്നതാണെന്ന് ശരണ്യ അങ്ങ് പറഞ്ഞാലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രന് പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കണോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ പറയുമ്പോൾ അതാരും വിശ്വസിക്കില്ല എന്നൊക്കെ മനു ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ബാലേന്ദ്രനും ആകെ അങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ടായിരുന്നു അങ്കിളെ ഇതുവരെ കൊണ്ടെത്തിച്ചത് അലീനയല്ലേ, അതുകൊണ്ട് ബാക്കി കൂടെ നമുക്ക് അലീനയ്ക്ക് വിട്ടുകൊടുക്കാം, അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനും ആകെ വിഷമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യനാണ് കേട്ടോ കാണിക്കുന്നത്. ശരണ്യാണെങ്കിൽ എന്തൊക്കെയോ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കയ്യിൽ മൊബൈലൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ വരുന്ന സമയത്ത് ശരണ്യ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കാൻ പറയൂ കേട്ടോ അച്ഛൻ. എന്നിട്ട് അവിടെ കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കും. ഇങ്ങനെ അച്ഛൻ്റെ കൂടെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ, ഓമനക്കുട്ടനും ഉണ്ട്. എന്നിട്ട് അച്ഛനാണെങ്കിലും ശരണ്യനോട് ചോദിക്കുന്നുണ്ട് ഓമനക്കുട്ടൻ പറഞ്ഞത് ശരിയാണ്
ശരിയാണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ എന്താ അച്ഛാന്ന് ഇങ്ങനെ ശരണ്യ ചോദിക്കുമ്പോൾ, നീ ഇന്ന് അലീനയോട് പറഞ്ഞോ അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ രോഹിത് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ അവളോട് പറഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അതെ ഞാൻ പറഞ്ഞു, അതുതന്നെയല്ലേ ശരി എന്നിങ്ങനെ പറയുകയാണേ. അപ്പം നീ എന്തിനാ ഇപ്പോൾ അവളോട് അത് പറയാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എന്തായാലും പോയിട്ട് ആ വീട്ടുകാരോട് അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെന്തായാലും പിന്നീട് ഇങ്ങനെ കേസ് ഇതാക്കാനായിട്ട് നോക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം അച്ഛാ അതന്നെയല്ലേ ശരി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഇപ്പം അത് പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ നീ അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി 3 പേരും നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇങ്ങനെ മറ്റുള്ളവർ വിശ്വസിക്കാൻ പോകുന്നില്ല. നീ ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നവളാണെന്നും നീ കള്ളം പറയുകയാണെന്നും എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ട് നീ അത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അലീന നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല ആ കാര്യത്തെപ്പറ്റി, അതെല്ലാം മറന്ന് കളയാനാണ് എന്നോട് ചേച്ചി പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ അവൻ്റെ പേര് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അവൻ വെറുതെ ഒന്നുമില്ലല്ലോ അങ്ങോട്ടേക്ക് വന്നത്, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ അതിങ്ങനെ പേടിച്ചാണ് വന്നത്, പാവം എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോഴും അത് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അച്ഛൻ പറയുന്നത് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശരണ്യ ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങളാണല്ലേ പ്രശ്നം, നിങ്ങളാണുങ്ങൾ എന്നിങ്ങനെ ചോദിക്കുക. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് ശരണ്യയുടെ വക്കീൽ ശരണ്യനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കോടതിയിൽ മൊഴി മാറ്റി പറയരുത് എന്നാണ് കേട്ടോ വക്കീലും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും ഗോവർദ്ധനോട് സംസാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷിച്ചെടുക്കണം, എല്ലാം പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.